ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 1.5-2 വയസ്സായിട്ടുള്ള ഒരു വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതുപോലുള്ള ഫ്രോക്കൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള ഒരു പ്ലേറ്റഡ് ഫ്രോക്കാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇതിലൊരു ഏജിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ, അതായത് നൈറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ആദ്യം മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പർ ഞാൻ ഇതേപോലെ 2 മടക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് മതിയാവും കേട്ടോ. നമുക്ക് ഒരു 2 വയസ്സിനുള്ളിലുള്ള വാവകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു മെഷർമെൻറ്റാണ്. അപ്പോൾ 4 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്, 4 ഇഞ്ച് ആം ഹോളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ചെസ്റ്റ് അളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 22 ഇഞ്ചൊക്കെ കിട്ടുന്നത്. 22 വേണ്ട, കറക്റ്റായിട്ട് 20 മതിയാവും. അപ്പോൾ ഇതൊരു 22 വേണമായിരുന്നു. അത് കാരണം ഞാൻ 22 കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 മടക്കിയിടുമ്പോൾ 5.5 ഇഞ്ച് ടോട്ടലാണ് കേട്ടോ 22 പറഞ്ഞത്. അതിൻ്റെ 4 ഭാഗം 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. യോക്കിൻ്റെ ലെങ്ത്ത് ഞാനൊരു 8.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മതിയാവും നമുക്ക്. ആ ഒരു യോക്ക് അത്ര മതിയാവും കേട്ടോ, കുഞ്ഞു വാവയല്ലേ, അപ്പോൾ അത്രയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അവിടെ ആം ഹോളൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 5.5 ഇഞ്ചിൻ്റെ കൂടെ ചെസ്റ്റ് അളവ് എടുത്തത് 2 ഇഞ്ചും കൂടി ആയിട്ട് 7.5 ഇഞ്ചായിരുന്നു. അപ്പോൾ ഞാൻ 7 ഇഞ്ചാണ് കേട്ടോ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഇതൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിനുശേഷം ഇതൊക്കെ ജോയിൻ ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തത്. താഴോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമുക്ക് നെക്ക്. ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ആ ഒരു അളവ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നെക്കൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മളൊരു ബോക്സ് ആക്കിയിട്ടാണ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ല നേരിട്ട് കർവ് ചെയ്ത് വരയ്ക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാമെന്ന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തതിന് ശേഷം മൊത്തം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതിൽ കാണിക്കുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല എളുപ്പമായിട്ട് നമുക്ക് ഒരു ഫിനിഷിങ്ങിലോട് കൂടിയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലെവലിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ആ ഒരു മോൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ഇങ്ങനെ നെക്കൊക്കെ ഈ ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ഒന്നും നമ്മളിതിനെ യൂസ് ചെയ്യണില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഇതേപോലെ 4 മടക്കിയിടാം. അപ്പോൾ ഈ ഒരു ഫ്രോക്കൊക്കെ ചെയ്യാനായിട്ട് 1 മീറ്ററിന് താഴെയൊക്കെ മെറ്റീരിയൽ മതിയാവും കേട്ടോ. അതിലും കൂടുതലൊന്നും വേണ്ടി വരില്ല, 1 മീറ്ററിന് താഴെ മതിയാവും. അപ്പോൾ ഇതേപോലെ 4 മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിയിട്ടതിന് ശേഷം നമുക്കതിനെ ഒന്ന് ഈ അളവൊന്ന് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഇത് വെച്ച് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് 1.5 ഇഞ്ചൊക്കെ നമുക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണുമ്പോൾ ഇതുകൊണ്ട് 1.5 ഇഞ്ചൊക്കെ നമുക്ക് സീം അലവൻസ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് കേട്ടോ അത് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് ഞാൻ പിന്നെ കാണിച്ചില്ല, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 4 മടക്കിയിട്ടപ്പോൾ 12.5 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഡ്ത്ത് അത്രയും കിട്ടുന്നുണ്ട്. അതും ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം.
അപ്പോൾ ഒരു പീസിൽ നമുക്ക് ഇത് 2 പീസായിട്ടുണ്ട്. ഒരു പീസിൽ നമുക്ക് 24 ഇഞ്ചോളം 25 ഇഞ്ചോളം നമുക്ക് കിട്ടും. അത് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ, പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇനി ഇതിൽ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമുക്ക് ലെങ്ത്ത് ഇത്രയും ആ ഒരു ക്ലോത്തിന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മൾ 8.5 ഇഞ്ചാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സീമൻസും എല്ലാം കൂടി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കൊരു 7 ഇഞ്ചോളെങ്കിലും കിട്ടും. അപ്പോൾ നമുക്കൊരു 12 ഇഞ്ച് ഞാൻ ഇതിലിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലും നമുക്ക് താഴെ മടക്കി അടിക്കണം, അതുപോലെ തന്നെ മുകളിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ പോകുമല്ലോ. അപ്പോൾ ബാലൻസ് നമുക്ക് എങ്ങനെയായാലും 17 ഇഞ്ചോളമൊക്കെ നമുക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 12 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് വീഡിയോയിൽ കണ്ടിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്കേർട്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ സ്ലീവ് വേണം. സ്ലീവ് ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല, നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എൻഡ് ഇങ്ങനെ കൂടുതലായിട്ട് നിന്നിരുന്നതാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്ത് കളയുന്നത്. അതായിരുന്നു ഇപ്പോൾ ചെയ്തിരുന്നത് കേട്ടോ, അതാണ് കാണുന്നുണ്ടായിരുന്നില്ല അത്. അപ്പോൾ അതാ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ യോക്കിൻ്റെ ആ ഒരു പോർഷൻസ് എടുത്തിട്ടുണ്ട്. അതിലൊരു ഭാഗം എടുത്തിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബാക്കിൽ ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ നമുക്ക് മടക്കിയിട്ടിട്ട് കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഹുക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, നമുക്ക് ഹുക്ക് കൊളത്താനുള്ള ആ ഒരു കുളത്തിനും അതുപോലെ തന്നെ ഹുക്ക് വയ്ക്കാനുള്ള ആ ഒരു ഭാഗത്തിനും വേണ്ടിയിട്ടൊരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടാക്കിയിട്ടൊന്ന്, ഇപ്പോൾ ഒറ്റ പീസ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒന്ന് സെൻറ്റർ മടക്കിയിട്ട് അത്ര മതിയാവും, സെൻറ്റർ മടക്കിയിട്ടുള്ള അളവ് മതിയാവും. അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് സെൻറ്ററാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസ് നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസിനെ എടുത്തിട്ട് ആ ഒരു നല്ല നമ്മുടെ യോക്കിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അതിലേക്ക് ചീത്ത വശത്തേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് നല്ല വശം, ചെറിയ പീസിൻ്റെ നല്ല വശം, നല്ല ക്ലോത്തിൻ്റെ യോക്കിൻ്റെ ആ പാർട്ടിലെ ആ ഒരു ചീത്ത വശം വെച്ചിട്ട് നമുക്ക് അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ആദ്യം എൻഡൊന്ന് ഇങ്ങനെ ഒന്ന് അരികുവശം ഉണ്ടല്ലോ അതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരികത്ത് കൂടെ അതിൻ്റെ ആ ഒരു എൻഡിൽ ഒന്നുകൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു എൻഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്നിങ്ങനെ പതിഞ്ഞ് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്ക് വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ യോക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല വശമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ആ ഒരു പീസ് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരികത്തൂടെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ടൊന്ന് രണ്ടാക്കിയിട്ടൊന്ന് മടക്കിയിട്ടോ അല്ലെങ്കിൽ ഒറ്റ മടക്കായിട്ടോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അവിടെ അരികുവശമൊന്നും വരുന്നില്ലല്ലോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരികത്തി കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ബാക്കിൽ ഹുക്ക് വയ്ക്കുമ്പോൾ വരിക. ഇനി നമുക്ക് യോക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യോക്കിൻ്റെ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ അതെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. നോക്കിയിട്ട് വെച്ച് ഷോൾഡറിൻ്റെ ആ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ചെരുവിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ 2 ഭാഗത്തും ചെയ്തെടുക്കണം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്.
അപ്പോൾ ഇതുപോലെയുള്ള പ്ലീറ്റഡ് ഫ്രോക്കുകളൊക്കെ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മൂന്ന് വയസ്സിൻ്റെ അതുപോലെ തന്നെ 1 വയസ്സിന് താഴെയുള്ളതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എന്താ അവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു മാച്ചിനുള്ള കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബ്ലൂ കളറല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, അതിലുള്ള ആ ഒരു പ്രിൻറ്റിൻ്റെ കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെക്കിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം, നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഒരു നെക്കിൻ്റെ ബാക്ക് പീസിലെ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊന്ന് കൂടുതൽ ആ ക്രോസ് പീസ് ഇത്തിരി നീളത്തിലിട്ടിട്ട് അടിയിലേക്കൊന്ന് മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല യോക്കിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അരികത്ത് കൂടെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ നീക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് വീഡിയോസ് മാത്രമല്ല ഹെയർ എക്സസൈസിൻ്റെയും അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഒക്കെ വീഡിയോസ് ഉണ്ട്. ഒന്ന് കണ്ടു നോക്കി നോക്കുക കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഇത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു എൻഡിലും അവസാനിപ്പിക്കുന്ന സമയത്തും നമ്മൾ ഇതേപോലെ തന്നെ താഴോട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതേപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എൻഡ് വരേക്ക് നമുക്ക് ഇതേപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു പൈപ്പിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. സെയിം ക്ലോത്ത് തന്നെ എടുക്കാതെ നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുക്കാൻ കാരണം അതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് അരികത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അരികത്തൂടെ എടുക്കരുത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ ആയിട്ട് നമ്മൾ കുറച്ച് നീക്കിയിട്ട് അപ്പോൾ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈപ്പിംഗ് പോലെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. നമുക്ക് അതിൽ ത്രെഡൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലർ പൈപ്പിംഗ് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ലോ റേറ്റിലൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡും അങ്ങനെയുള്ള ഒരുപാട് ലൈസും സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇതും ഈ പൈപ്പിങ്ങും കൊടുക്കൽ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു നൈറ്റിയോ അല്ലെങ്കിൽ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബാലൻസ് കിട്ടുന്ന ഈ ക്ലോത്തുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതേപോലെ ഫ്രോക്കുകളൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നൈറ്റി മെറ്റീരിയൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നൈറ്റി മാത്രമല്ല ഇതേപോലെയുള്ള ഫ്രോക്കുകളോ അല്ലെങ്കിൽ ടോപ്പുകളോ കുർത്തകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റിയേക്കാളും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത് ഇതേപോലെയുള്ള ടോപ്പുകളും ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ഞാൻ ആ ഒരു ബാക്കിൽ ഓപ്പണായി കിടന്നിരുന്നില്ല, അത് താഴ്ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ട് 2 പീസ് ഉണ്ട് കേട്ടോ, അതിനൊന്ന് സെൻറ്റർ ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ 4ആയിട്ട് മടക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ സ്ലീവിൻ്റെ ആ ഭാഗം എടുത്തിട്ട് ആം ഹോളിൻ്റെ ഭാഗം എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. എന്നിട്ട് ഞാൻ അളവൊന്നും എടുത്തിട്ടല്ല ഞാൻ ചെയ്തത്, ജസ്റ്റ് വി പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സ്ലീവാണ് കൊടുക്കുന്നത്, ക്യാപ് സ്ലീവൊക്കെ ഇല്ലേ അതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ.
ചെറിയ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോട് കുറച്ചധികം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ആ ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പ്ലീറ്റ്സ് ഇടാനുള്ള ഭാഗമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നീക്കിയിട്ടായിരുന്നു നമ്മൾ എം ഹോളിൻ്റെ ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ. അപ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടിട്ട് നമുക്ക് അവിടെ ഒന്ന് നോച്ച് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്താലേ നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് ഇടണമെന്ന് അറിയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയതായിരുന്നു. ഇങ്ങനത്തെ സ്ലീവിൻ്റെ കട്ടിങ് സ്പെഷ്യലായിട്ട് നമുക്ക് വേറെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേപോലത്തെ സ്ലീവൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അഥവാ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ഫുൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ടിട്ട് ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ഭാഗത്തെ സ്ലീവ് മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഫോണിൽ എന്തോ മിസ്സിങ് ആയിട്ട് പോയ സമയത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വീണ്ടും അടുത്ത സ്ലീവ് ചെയ്യുന്നതാണ് കേട്ടോ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗത്തേക്ക് എപ്പോഴും നമ്മൾ സ്ലീവ് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിലേക്കായിട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. സ്ലീവ് രണ്ട് ഭാഗത്തേക്ക് ഒരുപോലെ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. എവിടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തേ പറ്റുള്ളൂ. എന്നാലാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അത് വിട്ടു പോരുന്ന ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മോശമായിരിക്കുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് സ്ലീവ് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു യോക്കിൻ്റെ പാർട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് സ്കേർട്ട് പാർട്ടിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് പാർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പോർഷൻ എടുത്തിട്ട് ആ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ആദ്യം ഒന്ന് കുറച്ചൊന്ന് വെറുതെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് ഒരു നമ്മുടെ ആ യോക്കിൻ്റെ ലെങ്ത്തിനേക്കാളും യോക്കിൻ്റെ ആ ഒരു താഴ്ഭാഗത്തെ വിടുത്തുണ്ടല്ലോ വേസ്റ്റിൻ്റെ അളവ് അതിനേക്കാളും അതിൻ്റെ ഡബിളായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഇരട്ടിയൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പ്ലേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് എടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് അതിനേക്കാളും അതിൻ്റെ ഇരട്ടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ രീതിയിലൊന്നും നമുക്ക് പ്ലേറ്റ്സ് ഇടാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയിൽ തന്നെ പ്ലേറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കി നോക്കാം യോക്കിൻ്റെ ഭാഗത്ത്. അപ്പം ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. യോക്കിൻ്റെ ആ വേസ്റ്റിൻ്റെ ഭാഗം എത്രയാണോ വരുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നമ്മൾ എടുക്കണത് കേട്ടോ, സ്കേർട്ടിൻ്റെ വിഡ്ത്ത് എടുക്കണത്. അപ്പം ഞാൻ അവിടെ യോക്ക് പാർട്ട് എൻ്റെയും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങളും ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ യോജിപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെയും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പാർട്ടും ചെയ്തെടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ബാക്ക് പാർട്ടിലും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക. നേരിട്ട് യോക്കിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്ക് കൂടുതൽ എളുപ്പം ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കും ഫ്രണ്ടൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. സൈഡ് ജോയിൻ സൈഡ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു പോയി, പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഒന്നിച്ചാക്കി വെക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ ആ ഒരു എൻഡിൽ നിന്ന് തൊട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ അളവൊക്കെ നോക്കിയിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ചെയ്യണത് താഴ്ഭാഗം മടക്കി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായി പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ താഴ്ഭാഗം മടക്കി അടിക്കുകയാണ്, ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. ജസ്റ്റ് ആദ്യം
ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്നും കൂടി മടക്കിയിട്ട് നമുക്ക് അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും എൻഡിലല്ല, നമ്മൾ മടക്കി വെക്കുന്ന ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് താഴ്ഭാഗമൊക്കെ മടക്കി അടിക്കുന്നതിനെ കുറിച്ചിട്ടും. അതുപോലെ തന്നെ സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൈറ്റിയുടെ ആണെങ്കിലും ഫ്രോക്കിൻ്റെ ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്താ പറയുക, സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1.5 വയസ്സായ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏജിൽ ചെയ്തതിൻ്റെ ആ ഒരു മെഷർമെൻറ്റാണ് ഇപ്പോൾ ഇതിലൊന്ന് പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കാണാൻ നല്ല ഭംഗിയിൽ. അപ്പോൾ ഇതുപോലെ ഒരു ഫ്രോക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ.